മാധു കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അവരിതുവരെ പറഞ്ഞിട്ടില്ല. അവരൊരു നിലപാടെടുക്കാതെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ബാബരി മസ്ജിദ് പൊളിച്ചപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അവിടെ മസ്ജിദ് പോയി, അവിടെ ഒരു ക്ഷേത്രം വന്നു. ക്ഷേത്രം വന്നത് മാധു നമുക്കറിയാം വളരെ ചതിയുടെയും വഞ്ചനയുടെയും വഴികളിലൂടെ. 1949 അതിനുള്ളിലേക്ക് വിഗ്രഹങ്ങൾ കടത്തുകയായിരുന്നു, സ്മഗിൾ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ ആരാധന മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നീടത് തുറന്നു, പിന്നീടത് വലിയ സമരങ്ങളുണ്ടായി, ആയിരക്കണക്കിന് ആളുകളുടെ ചോര വീണ രഥയാത്ര നടന്നു. ഇതൊക്കെ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു അവർക്കൊരു ലെഗസി ഇല്ല എന്നുള്ളത്. അവർക്ക് ആ കൂടെയുള്ള ശ്രീരാമൻ മാത്രമാണ്. ശ്രീരാമനെ വിൽക്കുക, ശ്രീരാമനെ മുതലാക്കുക, അത് മാത്രമാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുശേഷം എന്താണ് മാധു, ഞാൻ ആ സുപ്രീം കോടതി വിധിയിലേക്ക് ഞാൻ മാധുവിൻ്റെയും ഈ പ്രേക്ഷകരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്തായിരുന്നു സുപ്രീം കോടതി വിധി? 3 കാര്യങ്ങൾ കോടതി പറഞ്ഞു. അതായത് കഴിഞ്ഞ 500 കൊല്ലമായി അവിടെ ബാബരി മസ്ജിദ് നിലനിന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവിടെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുമാത്രമല്ല, ബാബരി മസ്ജിദ് പൊളിച്ചതൊരു ക്രിമിനൽ കുറ്റമാണ്, തെറ്റാണ്. എങ്കിലും ഞങ്ങൾ ഈ ഭൂമി രാമജന്മഭൂമി ട്രസ്റ്റിന് വേണ്ടി, അതിനുവേണ്ടി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇത് നേരത്തെ മാധു ഈ ക്ഷണത്തിലെ ഓരോരുത്തരെ ക്ഷണിച്ചതിലെ പറ്റി പറഞ്ഞല്ലോ, അതത്ര നിഷ്കളങ്കമാണോ? അത്ര നിഷ്കളങ്കമാണോ ഈ ക്ഷണം? ഈ രാമജന്മഭൂമി തീർത്ത് പ്രതിഷ്ഠ ട്രസ്റ്റാണ് ക്ഷണിക്കുന്നത്. നിങ്ങൾ അദ്വാനിയോട് എന്താ പറഞ്ഞത്? മുരളി മനോഹർ ജോഷിയോട് എന്താ പറഞ്ഞത്? പറ്റുമെങ്കിൽ വരാതിരിക്കണം. കാരണം ഈ ക്ഷേത്രം അവിടെ ഉണ്ടാകുന്നതിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലെ പ്രധാനപ്പെട്ട കാരണക്കാരായ 2 പേര് അവരവിടെ വരികയാണെങ്കിൽ ഈ ചടങ്ങിൻ്റെ ഏറ്റവും കേന്ദ്രീകൃത ബിന്ദുവായി മാറാൻ ആഗ്രഹിക്കുകയും BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ശ്രീ മോഡിയുടെ അവിടുത്തെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളത്. വരരുത് എന്നാണ് പറഞ്ഞത്. പിന്നീട് അത് മാറ്റി അദ്ദേഹത്തെ പോയി കണ്ടു, വേണമെങ്കിൽ വരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, സോണിയാഗാന്ധിയെ ക്ഷണിച്ചു, അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചു, മറ്റ് പ്രതിപക്ഷ കക്ഷി നേതാക്കളെയൊക്കെ ക്ഷണിച്ചു. എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ശ്രീമതി ദ്രൗപദി മുർമുവിനെ ഈ ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ടോ? ഇത് ദേശീയതയുടെ വിജയമാണ്. ഞങ്ങൾ ദേശീയതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ശ്രീരാമൻ ദേശീയ പ്രതീകമാണ്, ഇന്ത്യയുടെ പ്രതീകമാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരയെന്നോ എന്താ പറയുക, ഫസ്റ്റ് സിറ്റിസൺ ഇന്ത്യൻ രാഷ്ട്രപതിയെ ക്ഷണിച്ചിട്ടുണ്ടോ? ശ്രീ ഗോപാലകൃഷ്ണൻ കറക്റ്റ്, ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് തിരുത്താം. എൻ്റെ അറിവുകളോടത്തോളം കാലം ക്ഷണിച്ചിട്ടില്ല. എന്തിന്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന്. മധു, ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് രാജ്യസഭയും ലോക്സഭയും ഇന്ത്യൻ രാഷ്ട്രപതിയും കൂടെ ചേരുമ്പോഴാണ്, അവർ 3 പേരും കൂടെ ചേരുമ്പോഴാണ് ഇന്ത്യൻ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല. ക്ഷണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു രാഷ്ട്രീയ ചടങ്ങാണ്. ഇത് BJPയും RSSും ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ പോകണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ, ഈ ശ്രീരാമ ജന്മഭൂമി ട്രസ്റ്റിൻ്റെ തീർത്ഥ പ്രതിഷ്ഠ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ചമ്പത് റായ് എന്ന് പറയുന്ന ഒരാളാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. BJPയുടെ RSSൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഈ ചടങ്ങിനെ പറ്റി പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു. അതിൽ 4മത്തേതാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. 1-മത്തേത് 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 2-മത് 1977 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാനെ തോൽപ്പിച്ച് ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് കളമൊരുക്കി. 3-മത്തേത് കാർഗിൽ യുദ്ധവിജയം. കാർഗിൽ യുദ്ധവിജയം അവിടെ നിൽക്കട്ടെ, കാർഗിലിൽ ആരുടെ കാലത്താണ് പാകിസ്ഥാൻകാർ കയ്യേറിയതെന്നും ഒക്കെ അറിയാം. പിന്നീട് അവരെ അടിച്ചോടിച്ചു എന്നുള്ളത് ശരിയാണ്. ഇത് BJPയുടെ അജണ്ട എന്ന് പറയുന്നത് ഈ 3 സ്വതന്ത്ര ഭാരതത്തിലെ ഈ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കൊപ്പം 4-മത്തെ പ്രധാന ദേശീയ സംഭവമായി ഇതിനെ മാറ്റണം. ആ ദേശീയ സംഭവം, അതിൻ്റെ പ്രതിഷ്ഠ പോലും നടത്തുന്നത് മോഡിജിയാണെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആണെന്ന് പറയുന്നു. അതിൽ
കോൺഗ്രസ്സുകാരുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് അവരുടെ പ്രാതിനിധ്യം കൊണ്ടുള്ളപ്പോഴാണല്ലോ ഇതൊരു ദേശീയ സംഭവമായിട്ട് മാറുന്നത്. അങ്ങനെ ചരിത്രത്തെ മാറ്റി എഴുതാനുള്ളൊരു വലിയ അജണ്ട 2024 തെരഞ്ഞെടുപ്പാണ് ഇമ്മീഡിയറ്റ് ലക്ഷ്യമെങ്കിൽ, പെട്ടെന്നുള്ള ലക്ഷ്യമെങ്കിൽ ഇതിനെ മാറ്റിയെടുത്ത്, കാരണം ഇത് കാലാകാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർക്ക് ഇനിയും തെരഞ്ഞെടുപ്പിൽ ഈ 2024 കഴിഞ്ഞ 29, 30 തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കണം. വേറൊന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ളത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം മാത്രമാണ്. അതിനുവേണ്ടിയുള്ള അജണ്ടയാണ്. അവിടെയാണ് മാധു എന്നോട് ചോദിച്ച ചോദ്യം കോൺഗ്രസ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ഒരു പരിപാടി ഞാൻ പറഞ്ഞോട്ടെ, രാഷ്ട്രീയമായിട്ട് നമ്മളതിനെ ചിന്തിക്കണം. ഇവിടെ ശ്രീ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ പോലെ അധികാരവും വോട്ടും ഒക്കെ തന്നെ വളരെ പ്രധാനമാണ്. ഇത് പോയാൽ എന്താണ് പ്രയോജനം, പോയില്ലെങ്കിൽ എന്താണ് പ്രയോജനം? ഇത് കോൺഗ്രസ് ഇന്നൊരു വല്ലാത്ത, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ BJP-യാണ്. യാതൊരു സംശയമില്ല. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി അതിനെ എല്ലാ തരത്തിലും രാഷ്ട്രീയ മുതലെടുപ്പിന് അവർ ഡ്രൈവിംഗ് സീറ്റിലാണ്. അതാണ് പ്രശ്നം.